സാറേ സ്കിറ്റ് തുടങ്ങാൻ പോയാണോ? അതെ അതെ സാറേ ഈ ക്യാമറ എന്റെ നേരെയാണല്ലോ. അല്ലല്ല വിനോന്റെ നേരെ അല്ല. അല്ല ക്യാമറ എനിക്ക് ഒരു മുട്ട പപ്സ് കഴിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്കിറ്റ് തുടങ്ങട്ടെ, അതിനുശേഷം പപ്സ് ഒക്കെ തരാം. മുട്ട പപ്സ് അതല്ല സാറേ, ഞാൻ ഈ പപ്സ് കഴിക്കാൻ നേരത്തെ എന്റെ കിറിയിൽ ഇങ്ങനെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൗത്ത് ഓർഗൺ ഇരിക്കണ പോലെ ഇരിക്കും. അപ്പൊ അത് ക്യാമറയിൽ വരല്ലോ എന്ന് ഓർത്തിട്ടാണ്. വിനോട്ട് ഒന്ന് നേരെ ഇരിക്കും. ഒരു ടിഷ്യൂ കൊണ്ട് തരാൻ ആരെങ്കിലും കേട്ടോ, തുടക്കണ്ട ഇടക്കിടക്ക്. എന്ത് ചെയ്യാനാന്ന് മ്യൂസിക് സാർ, മ്യൂസിക്. നിന്റെ മുരളിക കേൾക്കുമ്പോൾ ഓടിയതല്ല, പാട്ട് മാറിപ്പോയി. സോറി. എന്താടി പാട്ടിലല്ലോ. പാട്ട് നീ പറഞ്ഞ പാട്ടായിട്ട് അല്ല കണ്ണേ, അതല്ലേ നീ പറഞ്ഞത്? അല്ല കണ്ണേല, ഞാൻ മ്യൂസിക്കിനെ പൈൻ്റെ അടുത്ത് പറയില്ലട്ടാ, അവൻ ചൂടാ കഴിഞ്ഞാൽ എന്റെ മൈൻഡ് ഔട്ടാവും. എനിക്ക് പാട്ട് വേണം. ഞാൻ പാടിക്കോളാം, നീ പോയിക്കോ. ഓക്കെ ആണോ നീ? താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ. പാട്ട് വേണ്ട. എന്റെ സ്വർണ്ണമാല, എന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിമാല ചോദിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ മനസ്സ് വന്നു? ഭർത്താവാണ് പോലും ഭർത്താവ്. എവിടെയാ രമേശ് ചേട്ടാ? മുട്ട എനിക്ക് തരുവാടാ. ആകെ ഇതേ ഉള്ളു. നമ്മള് റൂമിലാകുമ്പോ എത്ര തവണ മുട്ട എനിക്ക് തന്നേക്കണം നീ? രമേശ് ചേട്ടാ, മുട്ട പപ്സ് എന്ന് പറഞ്ഞ എനിക്ക് വേണ്ടത്. താടാ എനിക്ക് താടാ. രമേശ് ചേട്ടാ, വിളിക്കണ്ട, രമേശ് ചേട്ടാ ബ്ലിന്തോ, ഇങ്ങോട്ടൊന്ന് വരുമോ? നീ എന്തിനാടി എന്നെ വിളിച്ചത്? നിങ്ങൾ എന്താണ് ചോദിച്ചത്? മുട്ട പുഴുങ്ങിയത്. എന്താണ്? വിനോദായിക്കോട്ടെ മുട്ട തിന്നണ്ടി. മുത്ത് മാല തരില്ലെന്നായപ്പോൾ നിങ്ങൾ എന്നോട് മുത്ത് ചോദിച്ചില്ലേ? തരില്ല. കാരണം ഇത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അടുപ്പിച്ചാടി ഉണ്ടാക്കിയതാ. അതൊന്നുകൂടി പറയേണ്ടി വരൂട്ടാ. അതെന്താ? ഉറങ്ങാണ് പുള്ളി. ഒരു മിനിറ്റ്, നീ എന്താടി പറഞ്ഞത്? എന്റെ അച്ഛൻ അടുപ്പിച്ചാടി ഉണ്ടാക്കിയതാണ് ഈ മാല. ഞാൻ നിങ്ങൾക്ക് തരില്ല. അപ്പൊ മൊത്തം പൊള്ളി കാണുമല്ലോ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? നീ പറഞ്ഞില്ല അടുപ്പിൽ ചാടി ഉണ്ടാക്കിയതാണെന്ന്. സർക്കസിലായിരുന്നു എന്റെ അച്ഛൻ, ഊഞ്ഞാലിൽ അടുപ്പിച്ചാടി ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. ബാക്കി പറ. പുള്ളി നല്ല മൂടില്ല, പറഞ്ഞോ. ബാക്കി നീ പറ. ഭാര്യ. ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയുമല്ല, നിങ്ങൾ എന്റെ ഭർത്താവുമല്ല. എന്റെ മൂത്ത ചേച്ചിയുടെ മുഖത്ത് നോക്കി നീ എന്ത് വർത്തമാനമാടി പറഞ്ഞത്? ചേച്ചി അടയാണാ കൊണ്ടുപോണത്. അടേ ഒരു ചായ കൊണ്ടുവന്നു. കാര്യം പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന ക്യാമറമാരെ എല്ലാവരും മേടിച്ചെടുക്കും. പ്ലീസ് കൊണ്ടുവന്നു. ഇതെന്താ പറഞ്ഞത്? പപ്സ് 2 എണ്ണ സുഹൃത്തെ. എന്റെ മൈൻഡ് ആ കൊണ്ടുവന്നില്ല ചേച്ചി. അതായത് നമുക്ക് ബന്ധം വേർപിരിയാം. നിങ്ങൾ ഫോൺ എടുത്ത് വക്കീലിനെ വിളിക്കൂ. എല്ലാം നീ ഓർമ്മപ്പെടുത്തുന്നു എന്നെ. ഫോൺ എടുത്ത് ഞാൻ വക്കീലിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. കട്ട് പറ, ഫോൺ എടുത്തിട്ടില്ല സാറേ. ഈ ഷെജീറട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആയ ഒന്ന് കട്ട്. എന്താ? നമ്മുടെ ടീമാണ് കളിക്കണത്. ഫോൺ എന്റെ വെച്ച് നീ വീക്കി കൊടു. നിന്റെ ആങ്ങളെ തക്ക സമയത്ത് ഒന്നുകൊണ്ട് എനിക്ക് ഫോൺ കിട്ടി. ഇനി ഞാൻ വക്കീലിനെ വിളിച്ച് ഡിവോഴ്സ് ആവശ്യപ്പെടാൻ പോവുകയാണ്. ഒരു വക്കീൽ മുത്ത് വിളിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ മുത്തേ, എനിക്കൊരു ചുരിദാറിട്ട ഫോട്ടോയും ഒരു സാരി എടുത്ത ഫോട്ടോയും അയച്ചു തരണേ. നാളെ നമുക്ക് ലൊക്കേഷനിൽ വെച്ച് കാണാം. ഇവിടെ പിള്ളേർ സ്കിറ്റ് കളിച്ചിട്ടിരിക്കും. എന്റെ ഫോൺ ഒന്ന് കൊടുക്കേണ്ട അവസ്ഥ വന്നു പോയി എനിക്ക്. ഓക്കെ കളിച്ച് പെട്ടെന്ന് കളിച്ചിട്ട് എനിക്ക് ഫോൺ വേണോന്ന്. ഫോൺ വീണ്ടും കയ്യിൽ വന്നു. എപ്പോഴും ഈ ഫോൺ നിങ്ങളുടെ കൈ കിട്ടിയോ അപ്പോഴേ നമ്മുടെ സ്കിറ്റ് പൊളിഞ്ഞു. അല്ല, നമ്മുടെ ജീവിതം പൊളിഞ്ഞല്ലോ. അങ്ങനെ ജീവിതം പൊളിച്ച ഫോണാണെങ്കിൽ ഈ ഫോൺ നമുക്ക് വേണ്ട. പുള്ളിക്ക് ഫ്രീ കിട്ടിയ ഫോണാന്ന് തോന്നുന്നു. ഒരു ഫീലിങ്സ് ഇല്ലാതെ കൈ ഇടിക്കും. കളിച്ചേർന്നത് അയ്യോ, ഞാൻ കൈയിട്ട് കളിച്ചപ്പോഴേ ക്യാമറയും അതൊക്കെ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും പൊട്ടിയിട്ടില്ല. ക്യാമറ പോയി, അത്രേ ഉള്ളൂ. ചെതറിച്ച് കളഞ്ഞല്ലടാ. ആ സാരി കൊടുത്ത ഫോട്ടോയും ചുരിദാർ ഇട്ടത് ഞാൻ എങ്ങനെ കാണുകൂടാ? നല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇനി എങ്ങനെ ഡൂഡോ കളിക്കും? ഒരു ജീപ്പ് ഓടിച്ച് മലപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്, ഒരു ബൈക്ക് ഓടിച്ച് ഞാൻ കുന്നുംപുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. നീ എങ്ങനെ കളിക്കൂടാ? ഞാൻ കുട്ടിച്ച് കളഞ്ഞില്ലേ? വലിഞ്ഞു പോണ്ട്. പിന്നെ എന്നെ വലിപ്പിച്ചത് പറഞ്ഞിട്ട് നീ വലിഞ്ഞു പോണ്ടതാ. കിറ്റ് വലിഞ്ഞു പോണ്ട്. മറ്റേ വോയിസ് ഓവർ പറ. വോയിസ് ഓവർ എന്റെ വായിരിക്കുന്ന ഇതിപ്പോ നീ ഇപ്പൊ ഓവറായിട്ട് ഇന്നലെ ഒരാളുടെ തരുമെന്ന് പറഞ്ഞു കേട്ടാ.